ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ കുമാറിനാണ് കൊയിലാണ്ടിയിൽ മത്സരിക്കാനുള്ള നിയോഗം പാർട്ടി നൽകിയിരിക്കുന്നത്. എന്തായാലും അതൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നുമല്ല. ഏറെ നാളുകളായി തന്നെ അദ്ദേഹം കൊയിലാണ്ടിയിൽ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പായിരുന്നു. ഒരു സർപ്രൈസ് പ്രഖ്യാപനമൊന്നുമല്ല. താങ്കൾ കുറച്ച് നാളുകളായി തന്നെ കൊയിലാണ്ടി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചു വന്നിരുന്നത്. ഞാൻ എന്റെ പ്രവർത്തനം കൊയിലാണ്ടി കേന്ദ്രീകരിച്ചായിരുന്നില്ല, ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു. കോഴിക്കോട്ടെ 13 ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ കൊയിലാണ്ടി എന്റെ നാടാണ്. എനിക്ക് ഈ പൊക്കിൾക്കുടി ബന്ധമുള്ള നാടാണ് കൊയിലാണ്ടിയിൽ. അപ്പോൾ കൊയിലാണ്ടി ആ മണ്ണിൽ മത്സരിക്കാൻ പാർട്ടി അവസരം തന്നതിൽ ഒരുപാട് നന്ദി പാർട്ടിയോടുണ്ട്. അവിടുത്തെ ജനത, ഞാനൊരു സഹോദരനാണ്, ഒരു കൂടപ്പുറപ്പാണ്, സുഹൃത്താണ്, അവരെന്നെ സ്വീകരിക്കും എന്ന് ഉറപ്പിരിക്കുന്നു. പാർട്ടി കോട്ട എന്നൊക്കെയാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി 2001 പി ശങ്കരനാണ് അവസാനം കൊയിലാണ്ടിയിൽ നിന്നും ജയിച്ച കോൺഗ്രസ് MLA. അതിനുശേഷം കൊയിലാണ്ടിയിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചരിത്ര നിയോഗം കൂടിയാണ് താങ്കൾക്ക് പാർട്ടി നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ്? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. എനിക്ക് കൊയിലാണ്ടി, എന്റെ ബാല്യവും കൗമാരവും ഒക്കെ കൊയിലാണ്ടിയാണ്. എന്റെ രാഷ്ട്രീയ പൊതുജീവിതം ആരംഭിക്കുന്നത് കൊയിലാണ്ടി മണ്ണിൽ നിന്നാണ്. കൊയിലാണ്ടിയുമായി എനിക്കുള്ളത് ആത്മബന്ധമാണ്. കൊയിലാണ്ടിക്കാർക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവരും എനിക്ക് കൊയിലാണ്ടിക്കാർ പ്രിയപ്പെട്ടവരുമാണ്. അതുകൊണ്ട് തന്നെ ആ കൊയിലാണ്ടി ഇത്തവണ UDF-നൊപ്പം നിൽക്കും, എന്നെ വിജയിപ്പിക്കും. മുൻ MLA ആണ് അവിടെ മത്സരിക്കുന്നത്. 2 തവണ അദ്ദേഹം MLA ആയിരുന്നു. അത് കഴിഞ്ഞ് വേറൊരാൾ വരുന്നു, പിന്നീട് ആകസ്മികമായി വീണ്ടും അടുത്തയാളിലേക്ക് നീങ്ങും. എത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് താങ്കൾ? ഞങ്ങള് എതിർ സ്ഥാനാർത്ഥി ആരെന്നല്ല, ഇവിടെ പോരാട്ടം വ്യക്തികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാണ്. എന്റെ പ്രതീക്ഷ ഭൂരിപക്ഷം 10,000-ത്തിനപ്പുറമാണ്. 10,000 വോട്ട് ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കാരണം അത്രയ്ക്ക് അനുകൂലമാണ് കൊയിലാണ്ടിയുടെ മണ്ണും കൊയിലാണ്ടിയിലെ ആളുകളും UDF-നൊപ്പം നിൽക്കുന്നത്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടായി കോഴിക്കോട് ജില്ലയിൽ. അതിനേക്കാളൊക്കെ വലിയ നേട്ടം ഒരു ഗംഭീരമായ ഓഫീസ് DCC ആസ്ഥാനം വന്നു അല്ലെ? അതിനുശേഷം വലിയ ഐശ്വര്യമാണ് കോൺഗ്രസിനെന്നാണ് താങ്കൾ പലപ്പോഴും പറയാറ്. ഞാൻ ഇത് ആരുടെ പേരുള്ള മന്ദിരമാണ്? ലീഡർ K കരുണാകരനുള്ള മന്ദിരം. ഈ ഹാൾ ആരുടെ പേരില്ല, ഉമ്മൻചാണ്ടി സാറിന്റെ. കേരളത്തിലെ കോൺഗ്രസുകാർ മനസ്സിലേറ്റ് നെഞ്ചിലേറ്റ് സ്വീകരിച്ച 2 നേതാക്കളുടെ സ്മരണകളുറങ്ങുന്ന മണ്ണാണിത്, ഓഫീസാണ്. ഇവിടുന്ന് ഇനി പാർട്ടിയും മുന്നണിയും വിജയത്തിന്റെ ഗാഥ മാത്രമേ രചിക്കുള്ളൂ. സാധാരണഗതിയിൽ ഇടതുപക്ഷം വലിയ വിജയം നേടുമ്പോഴും വലിയ ജില്ലകൾ, ഈ കണ്ണൂർ, കോഴിക്കോട് പോലുള്ള ഇടങ്ങളിലെ വിജയമാണ് അവർക്ക് പലപ്പോഴും തുണയാവുന്നത്. തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ മാറിയും മറിഞ്ഞൊക്കെ നിൽക്കാം. വടക്കൻ കേരളത്തിൽ നിന്നാണ്, മലപ്പുറം ഒഴികെയുള്ളതിൽ നിന്നാണ് പല സമയത്തും വലിയ നേട്ടം LDF ഉണ്ടാകുന്നത്. ഇത്തവണ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? വടക്കൻ ജില്ലകളിൽ ഒരു മാറ്റത്തിനുള്ള ഒരു പാക്കേജ് നിങ്ങളുടെ പക്കലുണ്ട്? തെക്കൻ ജില്ലയേക്കാൾ വോട്ടുകൾ വടക്കൻ ജില്ലയിൽ, വടക്കൻ ജില്ലയേക്കാൾ തെക്കൻ ജില്ലകളിൽ ഏതാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാ ജില്ലകളും ഇത്തവണ UDF-നൊപ്പം നിൽക്കും, ഒരു സംശയവും വേണ്ട. എല്ലാ ഇതുവരെ തകരാത്ത കോട്ടകളൊക്കെ തന്നെ CPM-ന്റെ ഇത്തവണ തകർക്കും ജനങ്ങൾ UDF-ന് വേണ്ടി. 13 ഇവിടെ സംശയമില്ല. വളരെ ആത്മവിശ്വാസത്തിൽ ഈ ജില്ലയിലെ ജനങ്ങളിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾ 13 13 ഔട്ട് ഓഫ് 13. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.